കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ശശി തരൂർ MP ഹൈക്കമാൻഡിന് പരാതി നൽകി. സ്വജനപക്ഷപാതവും വ്യക്തിതാൽപര്യവുമാണ് KPCC നേതൃത്വത്തിന് എന്ന് ശശി തരൂർ ആരോപിച്ചു. DCC പുനഃസംഘടന സുതാര്യമായിരുന്നില്ലെന്നും തരൂർ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കി. സംസ്ഥാന ഭരണ നേതൃത്വത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചതിന് പിന്നാലെയാണ് KPCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP ഹൈക്കമാൻഡിനോട് പരാതി ഉന്നയിച്ചത്. DCC പുനഃസംഘടനയിലടക്കം ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വം അട്ടിമറിച്ചെന്ന് ശശി തരൂർ MP ആരോപിച്ചു. നേതാക്കളുടെ സ്വജനപക്ഷപാതവും വ്യക്തിതാൽപര്യവും ഗ്രൂപ്പിസവുമാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്നത്. നേതൃത്വത്തിലുള്ള നേതാക്കൾ പോലും സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നു. സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്ന് ജില്ലാ നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നെന്ന് VD സതീശൻ പറയുന്നു. എന്നാൽ തിരുവനന്തപുരം DCC തെരഞ്ഞെടുപ്പിൽ പോലും തന്റെ ഒരു അഭിപ്രായം പോലും പരിഗണിച്ചില്ലെന്നും തരൂർ തുറന്നടിച്ചു. സ്ഥലം MP-യായ തന്നെ പോലും ഒരു യോഗത്തിലും ക്ഷണിച്ചിരുന്നില്ല. തനിക്കൊപ്പം നിന്നവരെ പൂർണ്ണമായി തഴഞ്ഞു. ചില നേതാക്കളുടെ താൽപ്പര്യക്കാർക്ക് സ്വന്തം തീരുമാനത്തിൽ അവസരമൊരുക്കുന്നെന്നും VM സുധീരന്റെ പേരെടുത്തു പറയാതെ തരൂർ വ്യക്തമാക്കി. നേതൃത്വത്തിന്റെ ഈ നിലപാടുകൾ പാർട്ടിയെ തകർക്കുകയാണെന്നും അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ സ്ഥാനമുണ്ടാകില്ലെന്നും ശശി തരൂർ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇനി ദേശീയ വാർത്തകൾ. DDCA അഴിമതിയിൽ ആം ആദ്മി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തുറന്ന പോരിലേക്ക്. ജെയ്റ്റ്ലിക്കെതിരെയുള്ള അഴിമതി അന്വേഷിക്കാൻ ഏകാംഗ കമ്മീഷനെ നിയമിക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ലെന്ന് ഗവർണർ. ഏകാംഗ കമ്മീഷനെ നിയമിച്ച നടപടി റദ്ദാക്കാൻ അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെയുള്ള DDCA അഴിമതി അന്വേഷിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തെ ഏകാംഗ കമ്മീഷനായി ദില്ലി സർക്കാർ നിയമിച്ചിരുന്നു. ദില്ലി നിയമസഭയിൽ ഏകാംഗ കമ്മീഷനെ നിയമിക്കുന്നതായി പ്രമേയവും പാസാക്കി. അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഈ നടപടിക്കെതിരെയാണ് ഗവർണർ നജീബ് ജംഗ് രംഗത്തെത്തിയത്. 1952 അന്വേഷണ കമ്മീഷൻ നിയമപ്രകാരം അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണെന്നും അതിനാൽ ഗവർണറായ തനിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഗവർണർ വ്യക്തമാക്കി. ആം ആദ്മി സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷനെ അസാധുവാക്കണമെന്നും ഗവർണർ നജീബ് ജംഗ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകി. അതേസമയം ഭൂമിയുടെയും പോലീസിന്റെയും കാര്യം മാത്രം ലഫ്റ്റനന്റ് ഗവർണർ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. അന്വേഷണ കമ്മീഷനെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഭയക്കുന്നതെന്നും ഗവർണറെ വെച്ച് നരേന്ദ്രമോദി സർക്കാർ ചൂതാട്ടം നടത്തുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പാർട്ടി MP കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്തതിൽ അദ്വാനി വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ BJP-യിൽ പൊട്ടിത്തെറിക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് അന്വേഷണ കമ്മീഷനെതിരെ കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവർണർ തന്നെ രംഗത്തെത്തിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഫ്ഗാൻ സന്ദർശനത്തിന് ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാക് സന്ദർശനം. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേരാനാണ് മോദി ലാഹോറിലെത്തിയത്. ലാഹോറിലെത്തിയ മോദി 1 മണിക്കൂറോളം പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി ദില്ലിയിലെത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ അറിയിക്കാതെ ഒരു പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. ഭീകരതയെ തുടച്ചുമാറ്റാതെ അഫ്ഗാൻ വികസനം പൂർണ്ണമാകില്ലെന്ന് പറഞ്ഞ മോദി തന്നെയാണ് പാകിസ്ഥാൻ സന്ദർശന കാര്യം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കാബൂളിൽ നിന്ന് ദില്ലിയിലേക്ക് തിരിക്കും വഴി ലാഹോറിൽ പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു മോദിയുടെ ട്വിറ്റർ സന്ദേശം. നവാസ് ഷെരീഫിന്റെ ജന്മദിനമായ ഇന്ന് പാക് പ്രധാനമന്ത്രിക്ക് ആശംസ നൽകാനാണ് മോദി എത്തിയതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. പാക് പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്നും വ്യക്തമാക്കി. വൈകിട്ട് 4:30 ലാഹോർ വിമാനത്താവളത്തിലെത്തിയ മോദിയെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം റെയ്വൻ പാലസിലെത്തി ഇരു പ്രധാനമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളം ചർച്ച നീണ്ടു. ഇതൊരു ഉഭയകക്ഷി ചർച്ചയല്ലെന്നും തികച്ചും വ്യക്തിപരമായ സന്ദർശനമെന്നുമായിരുന്നു വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കിടയിലെയും പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിഷയമായെന്നാണ് സൂചന. ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ, പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ TCS രാഘവൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. നയതന്ത്ര വിജയമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും പാക് പട്ടാള മേധാവികളെ പോലും ഉൾക്കൊള്ളിക്കാതെയുള്ള ഈ ചർച്ച എത്രമാത്രം ഗുണകരമാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഫേസ്ബുക്കിനും സ്കൈപ്പിനും പിന്നാലെ വീഡിയോ കോളിംഗുമായി വാട്സാപ്പും. വാട്സാപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഉപയോക്താക്കൾ. ഫ്രണ്ട് ക്യാമറയോ പിൻ ക്യാമറയോ ഉപയോഗിച്ച് വീഡിയോ കോളിംഗ് നടത്താൻ പറ്റുന്ന സാങ്കേതികവിദ്യയാണ് വാട്സാപ്പും കൊണ്ടുവരുന്നത്. ജർമ്മൻ വെബ്സൈറ്റ് മേസർകോഫാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 90 കോടി ഉപയോക്താക്കളുള്ള വാട്സാപ്പ് ഇപ്പോൾ അതിന്റെ മാതൃകമ്പനി ഫേസ്ബുക്കിനോളം വളർന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചറിൽ ഇപ്പോൾ തന്നെ വീഡിയോ കോളിംഗ് ഉണ്ടെന്നിരിക്കെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നത് വാട്സാപ്പിനും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കോളിംഗ് എന്ന പുതിയ സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഈ വർഷം ആദ്യമെത്തിയ വാട്സാപ്പ് വോയിസ് കോളുകൾ ഉപയോക്താക്കളെ ഏറെ ആകർഷിച്ചിരുന്നു. ശരിയാവണ്ണം 3G നെറ്റ്വർക്ക് പോലും ലഭിക്കാത്ത ഇന്ത്യയിൽ വോയിസ് കോളിംഗ് നന്നേ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ പലരും വോയിസ് കോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനാൽ തന്നെ സ്ലോ നെറ്റ്വർക്കിലും വീഡിയോ കോളിംഗ് ഫലപ്രദമാകുന്ന സൗകര്യം ഏർപ്പെടുത്തേണ്ടി വരും, പ്രത്യേകിച്ച് വാട്സാപ്പിന് ഏറെ ഉപയോക്താക്കളുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ. ന്യൂസ് ഡെസ്ക്.